ഒന്നയത്തേവർ കാരണം കൃഷിക്കാരുടെ അന്നം മുട്ടിന്ന് പറഞ്ഞ് കരയുന്ന നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പകലന്തിയോളം പാടത്ത് പണിയെടുത്തും വഞ്ചിയൂന്നിയും റിക്ഷ വലിച്ചും ചോര തുപ്പിയും തീർക്കാനുള്ളതാണോ ഇവിടുത്തുകാരുടെ ജീവിതം? സാധാരണക്കാരൻ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം കോലാടി ചോദിക്കാൻ പാടില്ലായിരുന്നു. എടാ, കൊച്ചിയിലെ കൊച്ചേട്ടന്മാരും കൊച്ചമ്മമാരും ചവച്ചു തുപ്പുന്ന മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തട്ടിയ ഇവിടത്തെ നാട്ടുകാർക്ക് എന്നാ ഉന്നമനം ഉണ്ടാകാൻ പോകുന്നേ? ഈ ചോദിച്ചത് ചോദ്യം. മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തട്ടുന്നതുകൊണ്ട് ഒരു ഉന്നമനം ആർക്കുണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നുണ്ട് ഇവിടെ. ഓരോ കുടുംബത്തിലും ഓരോ ആൾക്ക് വീതം ജോലി കിട്ടാൻ പോകുന്നേ. അവിടെയാണ് അതിന്റെ പ്രസക്തി. ഒരു വിമാനത്താവളം വന്നതുകൊണ്ടാണ് നെടുമ്പാശ്ശേരി എന്ന ചെറു ഗ്രാമം ലോക രാഷ്ട്രങ്ങളോട് ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പറ്റിക്കോട്ടെ. ഒരു കോച്ച് ഫാക്ടറി വരുന്നത് കൊണ്ട് ചേർത്തല റെയിൽവേ മാപ്പിൽ ഇടം പിടിക്കാൻ പോകുന്നു. അതുപോലെ ഈ സംസ്കരണ പ്ലാന്റ് വരുന്നത് കൊണ്ട് ശിവരാമപുരം എന്ന കുഗ്രാമം ജനശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് പറഞ്ഞ അതൊരു നിസ്സാര കാര്യ. ജനങ്ങൾ ശ്രദ്ധിക്കുമല്ല, ഛർദിക്കും. അങ്ങനെ ഛർദിച്ച സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ വിളപ്പൽശാല, കോട്ടയത്തെ വടവാതൂര്, കോഴിക്കോട്ടെ ഞെളിയാമ്പറമ്പ്. അവിടത്തെ ജനങ്ങൾക്കൊക്കെ എന്നാകോപ്പ് ഉന്നമനം ഉണ്ടായിന്നാ നീ പറഞ്ഞു വരുന്നേ. കോലാടി, നിനക്കൊന്നും അറിയില്ല. പൊട്ടക്കിണറ്റിലെ വെറും തവളയാണ് നീ. നീ വടിച്ചിറക്കുന്ന സോപ്പ് പോലെ തേച്ചു വെക്കാൻ വെട്ടി കീറി വെച്ചിരിക്കുന്ന തുണ്ടുകടലാസിലെ വാർത്തകൾ വായിച്ച വിവരം മാത്രമേ നിനക്കുള്ളൂ. യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. പോയിട്ട് വരെ പണിയുണ്ട്. കോലാടിയേ, എന്തോ? എടാ കോടാലി, എന്തോ? ഇവന്റെ തലമുടി ഒന്ന് വെട്ടി ഒതുക്ക്. പറ്റ വെട്ടിക്കോ. വേണ്ട വേണ്ട, എന്റെ സ്റ്റൈല് കോടാലി മാമനെ അറിയാം. കോടാലിയല്ല, കോലാടി. ഇത് കണ്ട കൊച്ചുങ്ങൾക്ക് വരെ അറിയാം നീ ഒരു കോടാലിയാണ്. ആയിക്കോട്ടെ. അല്ല കോലാടിയെ, നിന്റെ പെണ്ണ് പിണങ്ങി പോയിന്ന് കേട്ടല്ലോ. പിണങ്ങിയല്ല പോയെ, ഇണങ്ങിയാ പോയെ. ഗോവിന്ദന്റെ കൂടെ. അയൽവാസി ഗോവിന്ദനില്ലേ? അതെന്ത് കഥ? അതൊരു കഥയാ വാസുക്കുട്ട, പറയാതിരിക്കുന്ന ഭേദം. ഇന്നലെ കാലത്ത് ഗോവിന്ദൻ കൊണ്ടുവന്നൊരു 100 രൂപ കൈ വെച്ച എന്നോട് പറഞ്ഞു ഞാൻ പോവാന്ന്. കൂടെ എവിടെയും പോയി. അപ്പഴാ എനിക്ക് മനസ്സിലായത് ആ 100 രൂപ അവൾക്കുള്ള വിലയായിരുന്നു. എന്നിട്ട് നീ പിടിച്ചു നിർത്തിയില്ലേ? പിടിച്ചാ കിട്ടുന്ന ഇനമായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു. പോട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത്. സാരല്ലടാ, നിന്നോടൊപ്പം തഞ്ചത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തരാം. എനിക്കൊന്നും വേണ്ട. അതെന്താടാ? ശുഷ്കാന്തിയുള്ള അയൽവാസികളെ ഇവിടെ വേറെയുണ്ട്. ഏയ് പൂങ്കുടി, പൂങ്കുടി, എന്തു പറ്റി? കോവില് പൂവിട്ടാൻ കണ്ടില്ലല്ലോ. ആ ചവറ് നല്ല നാറ്റം കാരണം പുരയിലിരിക്കാൻ വയ്യ അമ്മാളും. ഈച്ചയും കൊതുകും. എന്തൊരു ഗതികേടാ. ഓ, അതാണോ കാര്യം? എടീ, അതൊക്കെ സഹിച്ചേ പറ്റൂ. നല്ലതിനല്ലേ? നല്ലതിനോ? എന്ത് നല്ലതിന്? എടീ, ഇവിടെ കമ്പനി വരാൻ പോവല്ലേ? എന്താ അതിന്റെ പേര്? വാസുകുട്ടൻ പറഞ്ഞതാ, മറന്നു. അതെ, കമ്പനി വന്നാ ഇവിടെ കുറെ പേർക്ക് ജോലി കിട്ടും. നിനക്കിവിടെ ഒരു ജോലി കിട്ടിയിട്ട് വേണം നല്ലൊരു ചെക്കനെ തിരക്കാൻ. എന്നെ കാണുമ്പോഴൊക്കെ അമ്മാളും ഇതേ പറയാനുള്ളൂ. അല്ലാതെ പിന്നെ നിന്നെ കാണുമ്പോ വേറെന്ത് പറയാനാ? നീ വരുന്നുണ്ടോ? ഞാൻ നിന്നെ കുടിയിലാക്കിട്ട് പോവാം. ഇല്ല, അമ്മാള് പോയിക്കോ. എന്നാ വരണ്ട. മായച്ചി, ദേ മായച്ചി കാണാൻ ഒരാളെത്തിയിട്ടുണ്ട്. ആരാ? ആ ചവറുകൂനയുടെ ഫോട്ടോ എടുത്തിട്ട് നിൽക്കുമ്പോഴാ ഞാൻ കണ്ടത്. ദേ ഉമ്മർത്ത് നിപ്പുണ്ട്, നല്ല അടിപൊളി വേഷത്തില്. ആരാ? അയ്യോ, ഇതാരാത്? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇനി ഒരിക്കൽ കൂടി കണ്ടുമുട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ചെറിയൊരു ദൗത്യമുണ്ട്, പറയാം. പൂങ്കുടി, ഇത് രാധിക. അംഗൻവാടി ട്രെയിനിങ്ങിന് എന്റെ കൂടെ ഉണ്ടായിരുന്ന രേവതിയുടെ കസിൻ. ഞങ്ങളുടെ ഞായറാഴ്ചകളൊക്കെ മിക്കവാറും രേവതിയുടെയോ രാധികയുടെ വീടുകളിലായിരിക്കും. അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാ ശിവരാമപുരത്ത് വരണമെന്ന്. പക്ഷെ ഇപ്പോഴാ സാധിച്ചത്. വാ, ഇനി വിശേഷങ്ങളൊക്കെ അകത്തിരുന്ന്. ഞാൻ പോവാ. എങ്ങോട്ട്? അതൊന്നും പറ്റില്ല. വാ. അയ്യോ, അമ്മമ്മോട് പറയണ്ട പോന്നേ, ചീത്ത കേൾക്കും. ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണണം. വാ.
ഞങ്ങളുടെ നാട്ടിൽ വന്നതില് ഒരു ദൗത്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? മയച്ചി, സുന്ദരമായ ഈ ഗ്രാമം മലിനീകരണത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ലല്ലേ? ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യാണ് ഇവിടുത്തെ അധികാരവർഗവും രാഷ്ട്രീയക്കാരും. ഇവിടെ ഏതോ കമ്പനി വരാൻ പോണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. കമ്പനിയൊക്കെ ചിലപ്പോ വന്നേക്കും. അതുകൊണ്ട് ഇവിടുത്തുകാർക്ക് എന്ത് പ്രയോജനം? ദുരിതമല്ലാതെ. ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പൊ പറഞ്ഞ മായച്ചിക്ക് മനസ്സിലാവില്ല. പത്രപ്രവർത്തനത്തിന് പുറമെ സാന്ത്വന എന്ന സംഘടനയിലും പ്രവർത്തിച്ചു വരികയാണ് ഞാൻ. ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇതുപോലുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. എൻഡോസൾഫാൻ ഒരു നാട്ടിലുണ്ടാക്കിയ വിപത്തും പ്ലാച്ചിമടിയിലെ കുടിവെള്ള പ്രശ്നവും മായച്ച് കേട്ടിട്ടില്ലേ? അത്രത്തോളം ഭീകരമാണ് ഈ ഗ്രാമത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും. മുളയിലെ അത് നുള്ളിയെറിയണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. ചവറിടാൻ കൊടുത്ത ഭൂമി മുഴുവനും പൊന്നയ്യത്തേവരുടെയാ. അയാൾക്കെതിരെ ഇവിടെ ആരും ശബ്ദിക്കില്ല. ഭൂമിക്ക് മാത്രമല്ലേ അയാൾക്ക് അവകാശമുള്ളൂ, ജലത്തിനും വായുവിനും അവകാശമില്ലല്ലോ. അത് ഇവിടുത്തെ ജനങ്ങളുടെയാ. അത് മലിനമാക്കാൻ അനുവദിക്കരുത് മായച്ചി. അത്രയ്ക്കൊന്നും ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം, ചിന്തിച്ചേ മതിയാവും. ഇവിടുത്തെ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പടപൊരുതണം. ഞാനും ഉണ്ടാവും നിങ്ങൾക്കൊപ്പം. മായച്ചി ഇതിന് നേതൃത്വം നൽകണം. എന്താ മണിക്കുട്ടാ? എന്റെ കാല് നോക്കട്ടെ. എന്താ പറ്റി? ഇവന്റെ കാലിൽ സൂചി കുത്തി കയറി, എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നേ? പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഇങ്ങോട്ടൊന്നും വരരുത്. ഈ ചവറും കൂടി കിളത്താണോ കളിക്കണേ? കുപ്പിച്ചിലൊക്കെ കാണില്ലേ? അവരങ്ങനെ പോയി കളിക്കേ. കരയണ്ട, പോട്ടെ. മാലിന്യ നിർമ്മാർജ്ജനം പരാജയപ്പെട്ടു മുറവിളിച്ച് ബഹുമാനപ്പെട്ട മേയർക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങിയ ഈ പ്രതിപക്ഷത്തിന് ഇപ്പൊ എന്താ പറയാനുള്ളത്? എന്തായാലും കൊച്ചി നഗരസഭയുടെ ചരിത്രത്തിൽ ഇത്രയും വിജയകരമായ ഒരു പ്രവർത്തനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭരണപക്ഷത്തിന്റെ മാത്രം വിജയമായിട്ട് ഇതിനെ കൊട്ടിഘോഷിക്കണ്ട. പ്രതിപക്ഷം ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയും ജനങ്ങളുടെ കൂടുതലും ഫലമാണിത്. കരാറുകാരുടെ ബില്ലുകൾ കാലതാമസം കൂടാതെ പാസ്സാക്കാനുള്ള നടപടി തുടർന്നും കൈക്കൊള്ളണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനോടൊപ്പം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ആവശ്യകതയെക്കുറിച്ച് മുൻപ് പ്രതിപക്ഷം സൂചിപ്പിച്ചപ്പോ അനുകൂലമായ ഒരു പ്രതികരണമല്ല ബഹുമാനപ്പെട്ട മേയറുടെ ഭാഗത്തുനിന്നുണ്ടായത്. മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ശിവരാമപുരത്തുകാരുടെ ഭാഗത്തു നിന്നും ഭാവിയിൽ എതിർപ്പുകൾ വന്നുകൂടുന്നില്ല. അവിടുത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഒരു സംസ്കരണ പ്ലാന്റ് അടിയന്തരമായി അവിടെ സ്ഥാപിക്കണമെന്നും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടു. അതേക്കുറിച്ച് വിശദമായ പഠനത്തിന് ശേഷമേ ഒരു തീരുമാനം കൈക്കൊള്ളാനാവൂ. അതിന്റെ സുതാര്യതയെക്കുറിച്ച് മുൻപ് ഞാൻ സൂചിപ്പിച്ചതാണ്. ഏതായാലും കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനം വിജയം കണ്ടതിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് ഒട്ടും ചെറുതായി ഈ കൗൺസിൽ കാണുന്നില്ല. ഇത്തരം ജനോപകരമായ വിഷയങ്ങളിൽ ഇരുപക്ഷത്തിന്റെയും കൂട്ടായ സഹകരണം മേലിലും ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.